അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ടറിയില്ല? രവികുമാർ എന്നല്ല, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? സഫീന എന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. കൊടിവെച്ച കാറോ ചുറ്റിനും സുരക്ഷാ വലയം തീർക്കുന്ന തോക്കേന്തിയ ഗൺമാന്മാരോ ഒന്നുമില്ലെങ്കിലും പ്രതിപക്ഷത്തിന്റെ തണലിലുള്ള അഹങ്കാരത്തിന് ഒരു കുറവുമില്ല മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയിൽ ആരാണ് യഥാർത്ഥ നേതാവ് എന്ന് ഇനിയും തീരുമാനിക്കാനാവാതെ CPM പ്രതിസന്ധിയിൽ ഉഴലുകയാണ്. നേതാക്കൾ പല വഴിക്കായി തമ്മിൽ തല്ലി പിരിഞ്ഞു പോകുന്നതുകൊണ്ട് സത്യത്തിൽ KT ജലീലിന് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. അങ്ങനെയിരിക്കുന്ന സമയത്താണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു വിജയോത്സവം പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. കിട്ടിയ അവസരം ജലീൽ ശരിക്കും അങ്ങ് മുതലാക്കി. വിജയികളായ കുട്ടികളിൽ ചിലരെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പേരെഴുതിപ്പിച്ചും മേൽവിലാസം ചോദിച്ചുമായിരുന്നു ജലീലിന്റെ പരീക്ഷണം. കുട്ടികളെ എടോ എന്നൊക്കെ പരസ്യമായി അഭിസംബോധന ചെയ്യുകയും അക്ഷരത്തെറ്റിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ ചെവിയിൽ നുള്ളുകയുമൊക്കെ ചെയ്ത് ജലീൽ പരിപാടി അലങ്കോലമാക്കി. എന്നാൽ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇറങ്ങും മുൻപ് തന്നെ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറകളിൽ പകർന്നു കഴിഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വൻതോതിൽ വൈറലായതോടെ സംഗതി ജലീലിന് തിരിച്ചടിയാവുകയും ചെയ്തു. പുതിയ കാലത്തെ ജെൻസി കുട്ടികൾ ഏതു വഴിക്കാണ് ചിന്തിക്കുന്നതെന്നോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ ഒക്കെ നമ്മുടെ സമൂഹം പഠിച്ചു വരുന്നതേയുള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശനെ സോഷ്യൽ മീഡിയയിലും പുതുതലമുറയും പൂവ് പോലത്തെ മുഖ്യമന്ത്രി അഥവാ പൂക്കി മുഖ്യമന്ത്രി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് വെറുതെയല്ല. അദ്ദേഹം ഈ പുതിയ തലമുറയെ മനസ്സിലാക്കി അവരുടെ കൂടെ ചേർന്ന് ഇടപെടുന്നത് കൊണ്ടാണ് അത്. അവരിൽ ഒരാളായി നിന്ന് അവരെ നയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം വേദിയിൽ ചെന്ന് മൈക്കിലൂടെ ആക്രോശിച്ച് കുട്ടികളെ പൊതുമധ്യത്തിലിട്ട് നാണം കെടുത്തി ചെവിക്ക് പിടിച്ചു തിരിക്കാൻ നോക്കിയാൽ അവർ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. പകരം ഒരു വലിയ പകയും വിദ്വേഷവും മാത്രമായിരിക്കും ആ കുരുന്നുകളുടെ ഉള്ളിൽ നിറയുക. നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം KT ജലീലിനില്ലാതെ പോയി. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ വാർഡുകൾ സംയുക്തമായി സംഘടിപ്പിച്ച SSLC വിജയാഘോഷ പരിപാടിയിലാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിവാദ പെരുമാറ്റം അരങ്ങേറിയത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ മിടുക്കരെ ആദരിക്കാനാണ് ജലീലെത്തിയത്. എന്നാൽ വേദിയിലെത്തിയ അദ്ദേഹം വായനാശീലത്തെക്കുറിച്ചും മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും ഉപദേശിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സദസ്സിലിരുന്ന കുട്ടികളോട് എടോ നിനക്ക് അഡ്രസ് എഴുതാൻ അറിയുമോ എന്ന് പരസ്യമായി ചോദിച്ചുകൊണ്ട് ജലീൽ അവഹേളിക്കുകയായിരുന്നു. ഹിന്ദി പരീക്ഷയിൽ A+ വാങ്ങിയ കുട്ടികളെ പ്രത്യേകം വേദിയിലേക്ക് വിളിച്ചു വരുത്തി മാതാപിതാക്കളുടെ പേരും മേൽവിലാസവും എഴുതി കാണിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം. ഇതിനിടയിൽ പരിഭ്രമം കാരണം കുട്ടികൾക്ക് അക്ഷരത്തെറ്റുകൾ സംഭവിച്ചപ്പോൾ അവരെ തിരുത്താനെന്ന വ്യാജേന പരസ്യമായി ശാസിക്കുകയായിരുന്നു ജലീൽ. കുട്ടികളുടെ ദയനീയമായ മുഖം പോലും വകവെക്കാതെ വേദിയിൽ വെച്ച് ക്രൂരമായി ചെവിയിൽ നുള്ളുന്ന ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. കുട്ടികളെ പരസ്യമായി അപമാനിക്കുകയും കായികമായി ഉപദ്രവിക്കുകയും ചെയ്ത KT ജലീലിന്റെ നടപടി തികഞ്ഞ ബാലാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകം രംഗത്തെത്തിയിട്ടുമുണ്ട്. മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ പാലക്കാട് ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുൻ മന്ത്രിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ അപക്വമായ പെരുമാറ്റം വലിയൊരു വിഭാഗം ജനങ്ങളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. പരിപാടിക്കെത്തിയ കുട്ടികളെ വിജയാഹ്ലാദത്തിന് പകരം മാനസിക വിഷമത്തോടെ മടക്കിയച്ച ജലീലിന്റെ ഈ അഹങ്കാര വേദി കേരളക്കരയിൽ ആകെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ടറിയില്ല? രവികുമാർ എന്നല്ല, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? സഫീന എന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ടറിയില്ല? രവികുമാർ എന്നല്ല, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ അത് കിട്ടിയിട്ടില്ലേ? ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. വേറെ കുട്ടികൾ കമാൺ. എന്താ ദം ദം എന്ന് പറഞ്ഞാൽ അർത്ഥം? മൈക്ക് കൊടുക്കുന്ന ഒരു മൈക്കില്ലടോ.
അല്ല, അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ദം ദം എന്ന് പറഞ്ഞാൽ അല്ല ദം ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കട്ടെ നിൽക്കട്ടെ എന്നാണ്. സ്റ്റോപ്പ്. ദം ദം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, നിൽക്കട്ടെ എന്നാണ്. എന്താണ്? ഈ കുട്ടി ഇങ്ങനെ കാലിട്ടടിച്ച് വെള്ളം ഇങ്ങനെ വന്നപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയാണ് വെള്ളത്തോട്, നിൽക്ക് നിൽക്ക്, ദം ദം. അതാണ് പിന്നീട് ദം ദം എന്ന് ആ പേര് വെള്ളത്തിന് വരാനുള്ള കാരണം.